ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട് മുഴുവനും അതുപോലെ നമ്മുടെ ബാത്റൂമിനുള്ളിലൊക്കെ നല്ലൊരു ഫ്രഷ് സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നല്ല സുഗന്ധത്തോടെയും നല്ലൊരു ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കാനുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല സ്മെല്ലുള്ള കോഫി പൗഡർ ആണെങ്കിൽ നല്ലതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടി. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരത്തുള്ളൂ. ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ബെഡ്റൂമിലോ ഹാളിലോ അതുപോലെ നമ്മുടെ ബാത്റൂമിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം, കിച്ചണിലൊക്കെ വെക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും കോഫി പൗഡറിൻ്റെ. അതുപോലെ ഈ ബേക്കിംഗ് സോഡ നമ്മുടെ റൂമിനുള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്ത് കോഫി പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ റൂമിനുള്ളിലൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ കുറച്ച് കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കർപ്പൂരം എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ല സ്മെല്ലാണ് നമ്മുടെ കർപ്പൂരത്തിന്. അപ്പോൾ അതുപോലെ നമ്മളിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനുള്ളിലും ബാത്റൂമിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കർപ്പൂരം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്, ഒരു 5-8 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഒരു ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ കർപ്പൂരം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കർപ്പൂരത്തിന്. അപ്പം ഈ കർപ്പൂരം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം പൊടിച്ചതിന് ശേഷം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പം നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുൽത്തൈലമാണ്. അപ്പോൾ പുൽത്തൈലത്തിൻ്റെ സ്മെല്ലും എല്ലാവർക്കും അറിയാമായിരിക്കും, നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ പുൽത്തൈലത്തിന്. അതുകൂടി നമുക്കിതിലേക്ക് ഒരു 10-15 ഡ്രോപ്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഇതിൻ്റെ സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ പുൽത്തൈലത്തിനൊരു എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് എണ്ണയുടെ ആ ഒരു ഇതുണ്ട് നമ്മുടെ പുൽത്തൈലത്തിന്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലൊരു നമ്മുടെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ്. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കിതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ച് വിട്ടാൽ മതി. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചൺ മുഴുവൻ ഈ പുൽത്തൈലത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും. അതുപോലെ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ഈച്ചയോ ഉറുമ്പോ പ്രാണിയോ ഒന്നും നമ്മുടെ കിച്ചണിൽ വരത്തില്ല കേട്ടോ. പാറ്റയോ പല്ലിയോ ഒന്നും. കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് കൊണ്ട് ഉറുമ്പൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വരത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ ആണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലോസറ്റിലൊക്കെ ഇതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ടോയ്ലറ്റിൽ. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളിടത്ത് അവർ യൂറിനൊക്കെ പാസ് ചെയ്തതിന് ശേഷം പോകുമ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇത് നമ്മളെ ചുറ്റിനും വോൾട്ടൈലൊക്കെ നമുക്കിതുപോലെ ഒന്ന് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇത് കേട്ടോ. ഇതിന് നമ്മുടെ കർപ്പൂരവും പുൽത്തൈലവും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് വെള്ളം ഞാൻ കപ്പിലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലോറിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ബാത്റൂമിൻ്റെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് വിടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിലും. അപ്പോൾ നമ്മുടെ വീടും ബാത്റൂമും ഒക്കെ നല്ല സുഗന്ധപൂരിതമാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, അറിയാൻ പാടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.